പറഞ്ഞേര്. അച്ഛനോട് കൊണ്ടുവന്നോളാം പറഞ്ഞേര്. അച്ഛനോട് കൊണ്ടുവന്നോളൂ. പൂർവാധിക ശക്തിയോടെ തിരിച്ചു വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമസ്കാരം ഷൈജേട്ടൻ, ഞാൻ ഒരു സർപ്രൈസ് തരാൻ പോവാണ്. നമസ്കാരം, ഞാൻ ഇബ്രു ആണ്. ഒരുപാട് മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ജീവന് ഷൈജുവേട്ടനെ കാണണം എന്നുള്ളൊരു വീഡിയോ. അത് ഷൈജുവേട്ടനെ കാണണം എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തായിരുന്നു. അതിനുശേഷം ഷൈജുവേട്ടനെ കാണുന്ന വീഡിയോയും ചെയ്തായിരുന്നു. ഏകദേശം 2 മില്യൺ ആളുകളാണ് ആ വീഡിയോ കണ്ടത്. ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടു, ഒരുപാട് പേര് അതിൽ കമൻ്റ് അയച്ചു. ഒരുപാട് കണ്ണ് നിറയാതെ ഈ വീഡിയോ കാണാൻ കഴിയില്ല എന്നുള്ള കമൻറ്റുകളാണ് ഏറ്റവും കൂടുതൽ വന്നത്. അങ്ങനെ ആ വീഡിയോ ഒരുപാട് പേര് കൈ നീട്ടി സ്വീകരിച്ചു. അതിനുശേഷം എനിക്ക് ഒരുപാട് മെസ്സേജുകൾ, അതുപോലെ തന്നെ കോൾസ് ഒക്കെ വന്നു. ജീവൻ എവിടെയാണ്, ജീവൻ്റെ വീട് എവിടെയാണ്, ജീവൻ്റെ വീടൊന്ന് കാണിക്കാൻ പറ്റുമോ, ജീവൻ്റെ അപ്ഡേറ്റ് എന്താണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ എനിക്ക് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജീവൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ ബർത്ത്ഡേക്ക് ജീവൻ്റെ വീട്ടിലേക്ക് ഞാൻ യാത്ര തിരിക്കുകയാണ്. ജീവൻ്റെ വീട്ടിലേക്ക് ഞാൻ പോവുകയാണ്. അപ്പോൾ ജീവന് ചെറിയൊരു ഗിഫ്റ്റ് മേടിക്കണം. അപ്പോൾ നമ്മൾ പോരുന്ന വഴിക്ക് ട്രെൻഡ്സിൽ കയറി അവനിക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ഒരു ഷർട്ടും അതുപോലെ തന്നെ ഒരു ടീഷർട്ടും അവിടെ നിന്ന് മേടിച്ചു. ഈ ടീഷർട്ടും ഷർട്ടും ഇവിടെ നിന്ന് പാക്ക് ചെയ്ത് നേരെ അവൻ്റെ വീട്ടിലേക്ക് പോകാനാണ് പ്ലാൻ. അപ്പോൾ ഇതെല്ലാം മേടിച്ച് നമ്മൾ ഇപ്പോൾ ഇവിടെ എത്തി. ജീവൻ്റെ വീട്ടിലേക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ മതി. അപ്പോൾ അവൻ്റെ വീട്ടിലെത്തും. എനിക്ക് തോന്നുന്നു ഞാൻ വിളിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഒരുപാട് പേരുടെ ശബ്ദമൊക്കെ കേട്ടു. കൂട്ടുകാരൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. എന്താണെങ്കിലും ജീവൻ ഇതറിയാൻ പാടില്ല ഞാൻ എത്തും എന്നുള്ളൊരു വിവരം. എന്താണെങ്കിലും നമുക്ക് ജീവൻ്റെ വീട്ടിലേക്ക് ചെല്ലാം. അവിടെ എന്താണ് ഇരിക്കണേ, അവനൊരു സർപ്രൈസ് നമുക്ക് കൊടുക്കാം. അവൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഈ ജീവൻ്റെ കൂടുതൽ അപ്ഡേറ്റും കൂടി നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റും. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ജീവൻ്റെ വീട്ടിലേക്ക് ചെല്ലാം. ജീവൻ്റെ ബർത്ത്ഡേ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. വാ. ഓക്കെ, അപ്പോൾ നമ്മൾ ജീവൻ്റെ വീട്ടിലെത്തി. നമ്മൾ നേരത്തെ ട്രെൻഡ്സിൽ കയറിയില്ലേ, അപ്പോൾ ആ ഒരു സംഭവം കൂടി ഉണ്ട്. ഇത്ര ആളുണ്ടാവുമെന്ന് ഞാൻ ഓർത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. കണ്ണ് പൊത്തിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെന്ന് നമുക്കറിയാൻ പാടില്ല. എന്താണ് കണ്ണ് പൊത്തിക്കോളെ. എന്താ ജീവ? ഹാപ്പി ബർത്ത്ഡേ. എന്താണ്? ഒരുപാട് പേരുണ്ടല്ലോ ഇവിടെ. എനിക്കിപ്പോ 15 വയസ്സായി ശരിക്കും? അടിപൊളി. അപ്പം ഇന്ന് ബർത്ത്ഡേ ആയിട്ട് ഞാൻ വന്നതാണ് എൻ്റെ അടുത്ത്. നീ എന്നെ വിളിച്ച് പറഞ്ഞില്ലല്ലോ ബർത്ത്ഡേ ആണെന്ന്. മെസ്സേജ് അയച്ചു. എപ്പോഴാ അയച്ചത്? 2 ദിവസം മുമ്പ്. 2 ദിവസം മുമ്പ് ഞാൻ വരുമെന്ന് പറഞ്ഞായിരുന്നോ? ഇല്ല, ആരും പറഞ്ഞില്ലേ? അമ്മ പറഞ്ഞു 30-ാം തീയതി ലുലുമാളിൽ വെച്ച് വരും. 30-ാം തീയതി ലുലുമാളിൽ വെച്ച് വരുമെന്നോ? എന്താ ഒരുപാട് പേര് വന്നിട്ടുണ്ടല്ലോ ഇവിടെ. എന്താ പരിപാടിയല്ല? ബർത്ത്ഡേ ആയതുകൊണ്ടാണ്. ഇതൊക്കെ ആരാ? ഇവരൊക്കെ ആരാ? ഫ്രണ്ട്സൊക്കെ ഇങ്ങ് വന്നേ. ഇവരെല്ലാവരും ഫ്രണ്ട്സാണോ? ജീവന്റെ ഫ്രണ്ട്സാണോ നിങ്ങളൊക്കെ? ബർത്ത്ഡേ ആയതുകൊണ്ട് വന്നേക്കണേണോ? ആഹാ, എന്താണ് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ ജീവന്. ഇവരൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് വന്നേക്കണേണോ? ഹാപ്പി അല്ലേ? നമ്മുടെ വീഡിയോ എത്ര പേര് കണ്ടെന്നറിയോ? 1.2 മില്യനാ. 2 പോയിന്റ് കഴിഞ്ഞു. 2 മില്യനൊക്കെ കഴിഞ്ഞു. അല്ല അറിയണ്ട. എത്ര പേരാണ് കമന്റ് അയക്കണെന്ന് അറിയോ ജീവന് വേണ്ടിയിട്ട്? എത്ര കമന്റാ വരുന്നത്, എത്ര പേരാണ് പ്രാർത്ഥിക്കുന്നത് ജീവന് വേണ്ടിയിട്ട്. ഈ 24 ഈ ഫോൺ ഇവന്റെ കയ്യിലേക്കാണ് ഫോൺ കൊടുക്കണേ. അമ്മ എങ്ങനെ വന്നേ?
ഒരു കാര്യം ചോദിക്കാണ്ടിരിക്കും. ഇവന്റെ കയ്യിൽ ഫോൺ എപ്പോഴും കൊടുക്കുമോ? ആ 1 hour എനിക്ക് മെസ്സേജ് അയക്കില്ല. ഇതെന്താണത്? ഇത് വേറെ പഠിക്കാനോ കാര്യങ്ങളൊന്നുമില്ല. എനിക്കിങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക തന്നെയാണോ പണി? ഒരു ദിവസത്തില് ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. ഞാനിപ്പോൾ ഇത് എടുക്കുകയാണെങ്കിൽ എനിക്ക് കാണിച്ചു തരാം. ഇത് മിസ് കോള് വീഡിയോ കോൾ അയക്കണയാണ്. നമ്മൾ പ്രോഗ്രാമിൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമ്പോഴായിരിക്കും ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കണം. ഇത് കണ്ട, അന്ന് തുടങ്ങിയ സമയം മുതൽ ഇത് തന്നെയാണ് അവസ്ഥ. ഇതിങ്ങനെ അയച്ചുകൊണ്ടിരിക്കില്ല. എന്താണിത്? ഇവർക്കൊന്നും നിങ്ങൾ മെസ്സേജ് അയക്കാറൊന്നുമില്ല? വല്ലപ്പോഴും. എനിക്ക് മാത്രം ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുക. ഇല്ല, ഞാൻ ഇനി നിനക്ക് എന്തായാലും സർപ്രൈസ് തരൂല. എന്നെ ഒരുപാട് പേര് ചീത്ത പറഞ്ഞു. സർപ്രൈസ് ഇങ്ങനെ കൊടുക്കരുത്. അന്ന് ഷൈജുവേട്ടനെ കണ്ടപ്പോ ഹാപ്പി ആയിരുന്നോ? ഒരുപാട് പേര് കണ്ടു. ഒരുപാട് പേര് ഇപ്പൊ ഫോൺ ചെയ്യണില്ലേ? ഇവന്റെ ഈ മെസ്സേജ് കണ്ടിട്ട് ഒരുപാട് പേര് നമ്പർ ചോദിച്ച് വിളിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ ഹോസ്പിറ്റലിൽ, നല്ല ഹോസ്പിറ്റലുണ്ട്, ഇവിടെ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. ഞാൻ എല്ലാ നമ്പറും അമ്മക്ക് ഇട്ട് കൊടുക്കും. ഇവർക്കൊക്കെ അറിയാമായിരുന്നു ഞാൻ വരുമെന്ന്. ഇവരോട് പറഞ്ഞില്ല. എന്നിട്ടും എന്നെ ഇപ്പൊ ഇന്ന് രാവിലെ വിളിച്ചപ്പോഴും ഞാൻ വരുന്ന ടൈമൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാനത് പറഞ്ഞില്ല. കാരണം ഏതെങ്കിലും ഒരു സമയത്ത് ജസ്റ്റ് ഒന്ന് വന്ന് പോവാം എന്ന് കരുതി. അതെന്താണ്? അതെന്താണ്? ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാറുണ്ട്. എങ്ങനെ? പുള്ളിക്കാരിയുടെ വീഡിയോയാ? എങ്ങനെ കാണുന്നേ? പുള്ളിയുടെ ഫോളോവറാണ്. ആണോ? എന്നാ ഇതിലെ നോക്കിയൊന്ന് പറഞ്ഞേര്. ഷൈജു താമരന്റെ ഫോളോവർ. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്. ഞാൻ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് നിനക്ക്. ഓണമൊക്കെ അല്ലേ? ആ മോനെ ഇതെങ്ങെടുത്തടാ, ആ കവറിങ്. എന്നാ ഓണത്തിന് അടിച്ച് പൊളിക്കാം. വലിയ സംഭവമൊന്നുമില്ല കേട്ടാ. നിനക്കൊരു ഷർട്ടും ഒരു ടീഷർട്ടും മേടിച്ചോ. ഇത് സൈസ് കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. നിനക്ക് 15 വയസ്സാണെന്ന് ആരും പറയൂല നിന്നെ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് 15 വയസ്സെന്ന് പറയുമ്പോൾ ഞാൻ ഫോട്ടോ കാണിച്ചെടുത്ത് പറഞ്ഞു ഇതിന് 15 വയസ്സായോ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിക്കണത്. ഇപ്പം തന്നെ പൊട്ടിക്കണ. ഞാൻ ഇവരെയൊക്കെ കാണിച്ചു. ഇത് നിന്നെ കാണിക്കുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ എല്ലാവരെയും കാണിച്ചു. നിനക്ക് എടുത്ത ഷർട്ടും നിന്റെ എടുത്ത ടീഷർട്ടും ഒക്കെ ഞാൻ കാണിച്ചു. എന്നിട്ടാണ് ഞാൻ നിന്റെ അടുത്തോട്ട് കൊണ്ടുവന്നത്. പൊട്ടിച്ചോ? പറയായിരുന്നു. വന്നില്ലേ? അടുത്ത മാസം 14-ാം തീയതി ISLന്റെ ഉദ്ഘാടനം. അടുത്ത മാസം 14-ാം തീയതി ഷൈജു താമരനെ വീണ്ടും തിരിച്ചു വരാൻ പോവാ. കം ബാക്ക് ടു ഷൈജു താമരൻ. യെസ്. കാണാൻ പോകണ്ട പരിപാടി? കാണാൻ പോണ്ട്. ചിലപ്പോ ഞാൻ പോവും. ഷൈജു താമരൻ തിരിച്ചു വരും അടിപൊളിയായിട്ട്. കം ബാക്ക് ടു 14th. ഫുള്ള് എല്ലാം ഇരുന്ന് വാച്ച് ചെയ്യും അല്ലേ? അടിപൊളിയാണ്. അതെ, ഓണമൊക്കെ ആയതുകൊണ്ടേ ഓണത്തിന് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നതാണ്. ഇഷ്ടപ്പെട്ടു? വിളിച്ചു നോക്കിയാലോ? വിളിച്ചു നോക്കിയാലാന്നോ? ഇപ്പൊ എവിടെ ആളില്ലല്ലോ. വാട്സപ്പിലാ? വാട്സപ്പില് കിട്ടൂലടാ. നിങ്ങളിത് കാണുക. അടയാളപ്പെടുത്തുക കാലമേ. ഇത് കടയാളം നിലക്കുന്ന സമയം.
Kerala Blasters to Bangalore FC. Noah Sadhയുടെ മുന്നേറ്റം. Oh, what a goal from Noah Sadhoy. നിങ്ങളിത് കാണുക. സൂപ്പർ, അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. ആ, കേക്ക് എവിടെ? കേക്കില്ലേ? അവരൊക്കെ എങ്ങനെ കേക്ക് കിട്ടണേ? ബർത്ത്ഡേക്ക് ആയിട്ട് ഇവരെ വിളിച്ചിട്ട് കേക്കില്ലേ? അയ്യേ, എന്നാ ഞാൻ പോവാണ്. കേക്ക് ഇല്ലാതെ ബർത്ത്ഡേ ആഘോഷിക്കണ എങ്ങനെയാ? പോവല്ലേ? കേക്ക് എടുക്ക്. കേക്ക് നമുക്ക് കട്ട് ചെയ്യാം. ജീവ, അപ്പൊ ബർത്ത്ഡേക്ക് കേക്കില്ല. ആ, കേക്ക് ഇല്ലാതെ അപ്പൊ കേക്ക് വന്നു. അപ്പൊ എല്ലാം വന്നു. അപ്പൊ ഹാപ്പി അല്ലേ? നമുക്ക് മുറിക്കാം. അച്ഛനെവിടെ? ബാ 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 ബാ. അച്ഛനും ബാ. ചേട്ടനെവിടെ? ചേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം വന്നില്ല നമ്മുടെ അടുത്ത് അല്ലേ? ബാ ബാ, ചേട്ടനും ബാ. ഇത് ജീവന്റെ ചേട്ടനാണ്. നിന്റെ പേരെന്താ? ആശിഷ്. എന്താണ്? ആ, ഓക്കെ. ചേട്ടനാണ് നിന്റെ കാര്യങ്ങളൊക്കെ നോക്കണം അല്ലേ? ഓക്കെ, നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. അപ്പൊ ജീവന്റെ 15ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമ്മള് ഇതുവരെ ജീവന്റെ ബർത്ത്ഡേ ഇങ്ങനെയൊന്നും ആരും കണ്ടിട്ടില്ല. അപ്പൊ ഇന്ന് എല്ലാവരും ജീവന് വേണ്ടിയിട്ട് ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നത് കാണാൻ പോവാണ്. 2 മില്യൺ ആളുകളാണ് കണ്ടത്. ഒരുപാട് പേര് കമന്റ് ചെയ്തു. അവർക്കൊക്കെ ഇത് കാണാൻ പറ്റും. ജീവന്റെ അപ്ഡേറ്റ് അറിയണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇതാണ് ജീവന്റെ ബർത്ത്ഡേ നമ്മൾ ഇന്ന് ആഘോഷിക്കാൻ പോവാണ്. ഓക്കെ അല്ലേ? ഓക്കെ, എന്നാ കട്ട് ചെയ്തോ. വാവ്, സൂപ്പർ, അടിപൊളി. ഓക്കെ, അമ്മക്ക് കൊടുക്ക്. നീ കൊടുക്കോ? സൂപ്പർ. അപ്പൊ എങ്ങനെ നീങ്ങുവാ? ജീവ ഹാപ്പി ആയില്ലേ? അപ്പൊ എന്നെ എപ്പോഴും ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ ഇവനിക്ക് വേണ്ടിയിട്ട്, ജീവന്റെ മോനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. 2 മില്യൺ ആളുകളിലും മേളിലാണ് ഇത് കണ്ടത്. ഒരുപാട് പേര് മെസ്സേജ് അയച്ചു, അതിൽ കമന്റ് ഇടാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുപാട് സന്തോഷം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷമാണ്. കാരണം യാദൃശ്ചികമായിട്ടാണ് ഞാൻ ഇവനെ കണ്ടുമുട്ടുന്നത്. വളരെ യാദൃശ്ചികമായിട്ട് മഞ്ഞമ്മൽ പള്ളിയുടെ മുമ്പിൽ ഇരിക്കുന്ന സമയത്താണ് ജീവനെ ഞാൻ കാണുന്നത്. അവിടെ കുറച്ച് പേര് ഫുട്ബോൾ കളിച്ചിരിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവനെ വന്ന് സംസാരിച്ചു. അപ്പോൾ എന്താ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ ഷൈജു ദാമോദരനെ കാണണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഷൈജുവേട്ടനെ കാണാൻ പറ്റി. അത് എല്ലാവർക്കും സന്തോഷമായി. ജീവനെ പോലെ തന്നെ എല്ലാവർക്കും അത് സന്തോഷമായി. ഒരുപാട് പേര് നമ്പർ ഞാൻ അയച്ചു തരുന്നുണ്ട് ചേച്ചിക്ക്. അവരെയൊക്കെ വിളിക്കുകയും ചെയ്തു. ട്രീറ്റ്മെന്റിന് ഇന്ന സ്ഥലത്ത് കൊണ്ടുപോകണം, അവന് മാറ്റം ഉണ്ടാവും, അവൻ നടന്നു വരും, ചേച്ചി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അവന് വേണ്ടി അമ്പലത്തിൽ അർച്ചന കഴിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. താല്പര്യമുള്ളവരയച്ചു. എനിക്ക് മനസ്സിലായില്ല. ഗിഫ്റ്റ് അയക്കാൻ താല്പര്യമുള്ളവർക്ക് അയക്കാം. എന്തോരം പേരെ ഗിഫ്റ്റ് തന്നത്. അവരുടെ പ്രാർത്ഥന സത്യം. ഒത്തിരി അമ്മ പേര് പ്രാർത്ഥിക്കുന്നുണ്ട് മോനിക്ക്. അമ്മമാര് ഒത്തിരി പേര് ആ കമന്റ്സ് ഒക്കെ ഒത്തിരി കമന്റ്സ് കണ്ടു. ഏറ്റവും കൂടുതൽ ഇതായിരിക്കുന്നത് കണ്ണ് നിറയാതെ ഈ വീഡിയോ കാണാൻ പറ്റില്ല. അതാണ് ഏറ്റവും കൂടുതൽ വന്നേക്കണ കമന്റ്. ഇവൻ നടക്കും, തീർച്ചയായിട്ടും ഇവൻ നടക്കുന്നതിന്റെ കമന്ററി
ഷൈജുവേട്ടന്റെ കമന്ററിയിൽ കൂടെ ഇവൻ ഇരിക്കും എന്നൊക്കെ ഒത്തിരി കമന്ററി ഞാൻ കണ്ടിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിയിൽ ഇവൻ ഒരിക്കലും കമന്ററി പറയും. ആ ഈ വീഡിയോ ഇബ്രു എടുക്കും എന്ന് വരെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൽ ഇപ്പൊ കഴിഞ്ഞ മിനിയാന്ന് വന്ന ഒരു ഇതാണ് വോയിസ് ആണ് ഞാൻ ചേച്ചിക്ക് അയച്ചു തന്നത്. ആ നമ്പറും അയച്ചു തന്നത്. അപ്പൊ അവര് ഇങ്ങനെ ഒരുപാട് പേര് ഇപ്പോഴും അതിപ്പോ കഴിഞ്ഞിട്ടിപ്പോ ഒരുപാട് മാസമായി ഇപ്പോഴും ആളുകള് ജീവനെ ഇന്ന സ്ഥലത്ത് കൊണ്ടുപോകണം, ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യണം എന്നൊക്കെയാണ് ജീവനോട് പറയണത്. അപ്പൊ ഇപ്പോഴും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്നത് എന്താണെന്ന് അറിയാമോ? ജീവൻ്റെ വീട് എവിടെയാണ്, ജീവൻ്റെ വീട്ടിൽ ചെല്ലണം, ജീവൻ്റെ വീട്ടിൽ പോയി ഒരു വീഡിയോ ചെയ്യണം, ജീവനിപ്പോൾ എന്താ ചെയ്യുന്നത്, ഇതൊക്കെയാണ് അവർക്ക് അറിയേണ്ടത്. അപ്പം നമ്മൾ അതിങ്ങനെ നോക്കി നിന്നപ്പോഴാണ് ജീവൻ്റെ ബർത്ത്ഡേ ആണെന്ന് അറിയുന്നത്. അപ്പം ഞാൻ അതും കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാന്ന് ഓർത്തു. നമ്മൾ കണ്ടന്റിന് വേണ്ടിയിട്ടല്ലല്ലോ ഇത് ചെയ്യണത്. ഒരിക്കലും ഇതൊരു കണ്ടന്റ് കിട്ടാനോ അല്ലെങ്കിൽ ഇതിന് കുറേ റീച്ച് കിട്ടാനോ വേണ്ടിയിട്ടല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോണിലേക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. ജീവൻ്റെ വീട് കാണണം, ജീവൻ്റെ അടുത്ത് ചെല്ലണം, അവൻ എവിടെയാണ്, ഇപ്പം എന്താ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ഇതിൽ ഒരുപാട് ഡോക്ടർമാരാണ് ഏറ്റവും കൂടുതൽ ഫോൺ ചെയ്യുന്നത്. ഒരുപാട് ഡോക്ടർമാർ, നഴ്സുമാർ, അവരൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ. അതാണ് ഞാൻ ചേച്ചിക്ക് അയച്ചു തന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡോക്ടർമാർ പറയുകയാണ് ഇന്ന സ്ഥലത്ത് ഇതുപോലെ ചെയ്യണം, അവനിക്ക് ഇതുപോലെ മോട്ടിവേഷൻ കൊടുക്കണം, ഇപ്പോൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല, അവൻ്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ അത് ആ ആഗ്രഹങ്ങൾക്കായിട്ട് ഇവർക്ക് ഒരു എന്താ പറയുക ഒരു കമൻറ്റേറ്റർ ആവണം എന്ന് പറയുമ്പോൾ അത് ചാനലിലൂടെ കാണണം എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. ആ സന്തോഷമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് പങ്കുവെക്കണം. ഞാനൊരു ചെറിയൊരു സർപ്രൈസ് തരാം. നടക്കുമെന്നൊന്നും പറയാൻ പറ്റൂല, ഞാനത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യണത്. ഞാൻ ആദ്യം തന്നെ ജാമ്യം എടുക്കാൻ നിന്റെ അടുത്ത് ഒരു സർപ്രൈസും കൊടുക്കരുതെന്നാണ് എന്നോട് പറഞ്ഞേക്കണത്. അപ്പൊ അതിലെല്ലാവരും നല്ല പോസിറ്റീവായിട്ട് തന്നെയാണ് എന്നോട് പറഞ്ഞേക്കണത്. നെഗറ്റീവ് കമന്റ് ഒന്നും വന്നിട്ടില്ല. അത് തന്നെ എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം. ചെറിയൊരു സർപ്രൈസ് തരാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കാം. അതിന് പറ്റിയ ഒരാളാണ് നമുക്ക് കൂടെ നിന്നത്. ഷൈജുവേട്ടനെ കാണണമെന്ന് പറഞ്ഞ സമയത്തൊക്കെ എന്താ പറയുക ഓടി വന്ന് ഷൈജുവേട്ട വന്ന് കാണാം എന്നൊക്കെ പറഞ്ഞില്ലേ. എപ്പോൾ വിളിച്ചാലും നമ്മളോട് കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യൂലേ. അപ്പം അത് അങ്ങനെയുള്ള ഒരാളായതുകൊണ്ടാണല്ലോ നമുക്കിത് കിട്ടിയത്. ഓക്കെ, നമുക്ക് നോക്കാം എന്തെങ്കിലും സർപ്രൈസ് നടക്കോ ഇല്ലയോ എന്നുള്ളത്. ദൈവമേ എടുക്കണേ, ദൈവമേ എടുക്കണേ. ജീവന് ഭാഗ്യമുണ്ടെങ്കിൽ എടുക്കും, ജീവന് ഇഷ്ടമുണ്ടെങ്കിൽ. ജീവന് ഇഷ്ടമുണ്ടോ ഈ കോൾ അറ്റൻഡ് ചെയ്യും. പ്രാർത്ഥിച്ചോ, ചിലപ്പോൾ എടുത്താലോ. നോക്കാം നമുക്ക്. ചിലപ്പോൾ എടുത്താലോ. നന്നായിട്ട് മുട്ടിപ്പോയി പ്രാർത്ഥിച്ചോ. ഷൈജേട്ടാ, എന്താ വിശേഷം? നമസ്കാരം. ഷൈജേട്ടന് ഞാൻ ഒരു സർപ്രൈസ് തരാൻ പോവാണ്. ഷൈജേട്ടന് ഇവിടെ ഒരുപാട് പേരുണ്ട് എൻ്റെ മുമ്പിൽ. വാ എല്ലാവരും പോരെ. കണ്ടാ ഒരുപാട് പേരുണ്ട്. ഇതെന്താണെന്നൊന്നും ഞാൻ ഷൈജേട്ടനോട് പറയൂല. ഷൈജേട്ടന് അത് കാണാൻ പറ്റും. ഇവരൊക്കെ ഷൈജേട്ടൻ്റെ ഫാൻസാണ്, പിള്ളേരൊക്കെ. അപ്പോഴേ ഷൈജുവേട്ടന് ഞാൻ ഒരു സർപ്രൈസ്. ഷൈജുവേട്ടൻ കുറച്ച് നാൾ മുമ്പ് ഒരാൾക്ക് സർപ്രൈസ് കൊടുത്തു. ഷൈജുവേട്ടന് തിരിച്ചൊരു സർപ്രൈസ് എന്നതാണ് പറയണത്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ. ജീവൻ പറയ്. ഇന്ന് എന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. എന്റെ ഹാപ്പി ബർത്ത്ഡേ. നീ എന്നാ കാണാൻ പറ്റുമെന്ന് ചോദിക്കും. ഇനി എന്നാ കാണാൻ പറ്റുക? ഇനി എന്നാ കാണാൻ പറ്റുക? ISL-നെ കുറിച്ച് സംസാരിക്കും. തീർച്ചയായിട്ടും നമുക്കൊരു ഒന്നും കാണാം. ഷൈജുവേട്ടൻ കം ബാക്ക് എന്നാണ് പറഞ്ഞേക്കണത്. 14-ാം തീയതി 14-ാം തീയതി കം ബാക്ക് തിരിച്ചു വരൂ. കമന്ററി പറഞ്ഞു കൊടുക്കുക. 14-ാം തീയതിത്തെ കുറിച്ച് കമന്ററി പറഞ്ഞു കൊടുക്കുക. 14-ാം തീയതിക്ക് വെൽക്കം ചെയ്യും. ഷൈജോങ്ങളുടെ വെൽക്കം ചെയ്തേ. ഷൈജോങ്ങളുടെ എങ്ങനെ വെൽക്കം ചെയ്യും, മോൻ എങ്ങനെ വെൽക്കം ചെയ്യുന്നെന്ന് പറഞ്ഞു. 14-ാം തീയതി ISL-ന്റെ 11-ാം സീസൺ ആരംഭിക്കുകയാണ്. 14-ാം തീയതി ഷൈജു മോഹൻ പൂർവാധിക ശക്തിയോടെ തിരിച്ചു വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.
സർപ്രൈസ് എന്നോട് പറഞ്ഞത്. ഞാനുണ്ടാവും 14-ാം തീയതി ടിവിയിൽ വാച്ച് ചെയ്യാൻ. ഇത്തവണ കപ്പാർക്കാ? ഞാനുണ്ടാവും 14-ാം തീയതി ടിവിയിൽ വാച്ച് ചെയ്യാൻ. ആ 14-ാം തീയതി വരണേ. താങ്ക് യു പറഞ്ഞ ഒരു ഫ്ലൈങ് കിസ് കൊടുത്തേ. താങ്ക് യു. ഈശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ. ഗോഡ് ബ്ലസ് യു. നല്ല കുട്ടിയായിട്ട് വളരുക, നല്ല കുട്ടിയായിട്ട് ഇരിക്കുക. ശൈത്യങ്ങൾ എപ്പോഴും ഉണ്ടാവും ജീവനൊപ്പം. ഓക്കെ ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച്. ബൈ. താങ്ക് യു. എങ്ങനെയുണ്ട്? കൊള്ളാം കൊള്ളാം. ആർക്കാണ് സർപ്രൈസ് എന്നാണ്? നിനക്കാണോ ഷൈജുവിനാണോ? ആർക്കായിരുന്നു? രണ്ടുപേർക്കും ഒരുമിച്ച് രണ്ടുപേർക്കും ഒരുമിച്ച് കിട്ടി അല്ലേ? അപ്പേ കണ്ണൊക്കെ നിറഞ്ഞാളുടെ ആളുടെ കണ്ണുകളെല്ലാം നിറഞ്ഞു. ഓക്കെ കൂൾ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതേ, നടന്നു കഴിയുമ്പോ ഞാൻ വീഡിയോ എടുക്കാൻ വരില്ല. വരണം. നടന്ന് എൻ്റെ അടുത്ത് വരണം. വരും അല്ലേ? എൻ്റെ വീഡിയോ എടുക്കണം. ഞാനിപ്പോ നിക്കുന്നത് എന്റെ വീഡിയോ എടുത്ത ഇബ്രു അങ്കിളിന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. കാണണമെന്നുണ്ട്. അപ്പൊ ഞാൻ ഞെട്ടിപ്പോവും. വരൂലേ? ഞാൻ പ്രതീക്ഷിച്ചിരിക്കും. ഉറപ്പായിട്ടും. ഷൈജേട്ടൻ പറഞ്ഞു അപ്പൊ ഒരു പ്രാവശ്യം കൂടി കാണാന്നൊക്കെ പറഞ്ഞില്ലേ? കാണണം. നമ്മള് ഷൈജേട്ടൻ ഇപ്പൊ പറഞ്ഞ സംഭവല്ലേ, നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് വന്നു എന്ന് പറഞ്ഞേക്കണേ. ഹാപ്പിയല്ലേ? ഓക്കെ. ഇപ്പൊ എന്താ ട്രീറ്റ്മെന്റ് ചെയ്യണത്? ജീവന് ശരിക്കും ഞങ്ങൾ തിരുവനന്തപുരത്തുകാരാണ്. ഞങ്ങളിപ്പോൾ ഇവൻ്റെ ഈ അക്വാട്ടിക് തെറാപ്പി ഉണ്ട് ചാലക്കുടിയിൽ. അത് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നേക്കുന്നതാണ് കുഞ്ഞിനെ. അപ്പോൾ ഞങ്ങൾ 2 വർഷമായിട്ട് ചെയ്തു. നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഒരു കൊല്ലം കൂടെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ എറണാകുളത്ത് വന്നേക്കണത്. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞു മൂത്ത ആള് പഠിക്കുന്നത് കുസാറ്റിലാണ്. അല്ല, അതിപ്പോൾ ഞാൻ വീഡിയോയിൽ പറയാൻ കാര്യം, കഴിഞ്ഞ വീഡിയോയിൽ ഒത്തിരി പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട് കുഞ്ഞിന് ട്രീറ്റ്മെൻറ്റ്. ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് 7-ാം മാസം മുതൽ തുടങ്ങി 15 വർഷത്തോളം ചെയ്യുന്നവർ തന്നെയാണ്. ഇതുവരെ കുഞ്ഞിന് ഒരു ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ നിർത്തിയിട്ടില്ല. ഇപ്പം ചെയ്യുന്നത് അക്വാട്ടിക് തെറാപ്പിയാണ്. കലേറ്റുകര എന്ന് പറയുന്ന സ്ഥലത്ത് എല്ലാ ആഴ്ചയിലും കൊണ്ടുപോയിട്ട് ഫിസിയോതെറാപ്പി ചെയ്യിപ്പിക്കുന്നുണ്ട്. ഒപ്പം അക്വാട്ടിക് ഫിസിയോതെറാപ്പിയും കൂടെ ചെയ്യിക്കുന്നുണ്ട്. അതിൽ മാറ്റമുണ്ട്. ഫുൾ ബെഡപ്പ് ആയിടത്തുനിന്നാണ് ഞങ്ങൾ ഇത്രയും എത്തിച്ചേക്കുന്നത് ജീവന്. അപ്പോൾ ഇനിയും ജീവന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ഇനിയും ഇവൻ നടന്നു വരുന്ന വീഡിയോ അടുത്തത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. കാരണം ഒരു പള്ളിയുടെ നടയെന്ന് എനിക്ക് ഇമ്പ്രൂവിനെ അറിയാതെ കിട്ടിയതാണ്. പക്ഷേ അതെന്തോ ഭാഗ്യത്തിന് ചിലപ്പോൾ എവിടെയെങ്കിലും ഷൈജുവിൻ്റെ വീഡിയോ കണ്ട ശേഷം അവൻ ആ വീഡിയോ എന്നും കണ്ടിട്ട് തെറാപ്പി ചെയ്യുന്നുണ്ട്, മൂവ്മെൻറ്റുകൾ ചെയ്യുന്നുണ്ട്. എനിക്ക് നടക്കണം, എനിക്ക് ഒരു ദിവസം ഷൈജുങ്ങളുടെ വീട്ടിൽ പോകണം, അങ്ങനത്തെ ഒരുപാട് ആഗ്രഹങ്ങൾ ഇപ്പോൾ അവൻ്റെ ഉള്ളിലുണ്ട്. അത് ആ ജ്വാല കത്തിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും നടക്കും. അടുത്ത വീഡിയോ ചിലപ്പോൾ ഇബ്രോന്റെ ഒപ്പം അങ്ങനെ എടുക്കാൻ അവന് പറ്റും. തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഒത്തിരി ജീവന്റെ അപ്ഡേറ്റ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒക്കെ വന്ന് കമന്റിൽ തന്നെ ഉണ്ട്, ഒരുപാട് കമന്റിലുണ്ട് ജീവന്റെ അപ്ഡേറ്റ് വേണം 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 എന്നൊക്കെ പറഞ്ഞു. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. നമുക്ക് നടന്നു വേണം ഷൈജോങ്കിളിൻ്റെ അടുത്ത് ഒരു ദിവസം ചെല്ലാൻ. റെഡിയല്ലേ? ആ തീർച്ചയായിട്ടും ആ വീഡിയോ നമുക്ക് ഇബ്രോങ്ങളിനെ കൊണ്ട് എടുപ്പിക്കണ്ടേ? ആ ഉറപ്പ് കൊടുക്കും ഇബ്രോങ്ങളിനെ. തീർച്ചയായിട്ടും ഞാൻ നടക്കും. ആ വീഡിയോ എടുക്കാൻ ഇബ്രോങ്കിൽ ഇനി വരണം എന്ന് പറ. വരൂല, വരണം. ഞങ്ങൾ വിളിക്കും. വിളിക്കൂലേ? വിളിച്ച് ശല്യം ചെയ്യൂലേ? വീട്ടിലേക്ക് വരും. നടന്ന് വീട്ടിൽ ചെല്ലണമെന്ന്. ഓക്കെ അല്ലേ? ഇപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ജീവൻ്റെ വീട്ടിലെത്തി, ബർത്ത്ഡേ ആഘോഷിച്ചു. ഷൈജുവേട്ടനെ നമ്മൾ വീഡിയോ കോൾ ചെയ്തു, സംസാരിച്ചു. ഷൈജുവേട്ടന് സർപ്രൈസ് കൊടുത്തു. ഷൈജുവേട്ടന് ജീവന് സർപ്രൈസ് തന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും സർപ്രൈസ് തന്നു. അപ്പം അടിപൊളിയല്ലേ ഷൈജുവേട്ടൻ? യാതൊരു സംശയം കൂടെ ഉണ്ട്, ജീവന്റെ കൂടെ ഉണ്ട് ഷൈജുവേട്ടൻ. അല്ലെങ്കിൽ ഇപ്പൊ ഈ ഫോൺ എടുക്കുവോ? നമ്മൾ പ്രതീക്ഷിച്ചോ? ഞാനിവിടെ വന്നപ്പോൾ ജീവൻ പറഞ്ഞില്ലേ ഒന്ന് ഫോൺ ഒന്ന് വീഡിയോ കോൾ ചെയ്യുമോന്ന് ചോദിച്ചില്ലേ? അപ്പൊ ചെയ്തതല്ലേ, എടുത്തില്ലേ ഫോൺ? അതാണ്. അപ്പൊ ആ ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ അങ്ങനെയൊക്കെ സാധിക്കണത്. അപ്പൊ ദൈവത്തിന് ഒരുപാട് ഇഷ്ടമാണ് ജീവന്. അല്ലെങ്കിൽ ഇതൊക്കെ നടക്കുമോ? അപ്പൊ ഇനി ജീവന് നടക്കും. ഓക്കെ ചേച്ചി, വേറെന്താ പറയാനുള്ളത്? എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഗിഫ്റ്റാണ് ഇതെല്ലാം. ആരെയാണെന്നുള്ളതാണ് സർപ്രൈസ്. എല്ലാം കൊള്ളാം, എല്ലാം നന്നായിരിക്കുന്നു. ഇനി അവൻ നടക്കുന്നൊരു വീഡിയോ കൂടെ ചെയ്യാൻ ഭാഗ്യം ഉണ്ടാവട്ടെ.
അപ്പൊ നമുക്ക് എല്ലാരെയും കാണിച്ചു കൊടുക്കാമല്ലോ അവൻ നടന്നു എന്ന്. എന്നോട് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ ഇത് അച്ഛനൊരു പാവമാണ്, കുറെ കമന്റിൽ വന്നിട്ടുണ്ട്, ഒരു നിഷ്കളങ്കനാണ്, ആ ചിരിച്ചുകൊണ്ട് നിൽക്കണെയാണെന്നൊക്കെ. അച്ഛനകത്ത് ഒന്നും മിണ്ടാത്ത നിൽക്കണേ. എനിക്കൊന്നും പറയാനില്ല, അവനൊരു ബ്ലെസ്സിംഗ് ആണ്, നമുക്ക് അവനൊരു ബ്ലെസ്സിംഗ് ആണ്. അതെ, ഭയങ്കര ബ്ലെസ്സിംഗ് ആണ് അവന് നമ്മുടെ ലൈഫിൽ അവനൊരു ബ്ലെസ്സിംഗ് ആണ്. നമ്മൾ അവനൊരു ബേർഡൻ ആയിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല നമുക്ക്. ഞങ്ങൾ അവൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടിയാണ് നമ്മൾ ഓരോന്നും ചെയ്യുന്നത്. അവന്റെ ഹാപ്പിനെസ്സിന് വേണ്ടി ഞങ്ങൾ ഏതറ്റം വരെയും പോകും, എന്ത് വേണോ ചെയ്യും. അങ്ങനെ അവനിഷ്ടമുള്ളത് എന്താണോ അതിനൊപ്പം ഞങ്ങൾ 3 പേരും ഉണ്ടാവും. ഓക്കെ, അപ്പം ഞാനിപ്പോൾ പോട്ടെ. അപ്പോൾ എൻ്റെ ചാനലിൽ വൈൻഡപ്പ് ചെയ്യോ? വൈൻഡപ്പ് ചെയ്തേ മോൻ. വൈൻഡപ്പ്. ESP മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും നന്ദിയുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് തിരിച്ചു വരാം. അത്രയും പറയും. ഒരു മിനിറ്റ്, ഞാൻ മേക്ക് തരാം. മേക്ക് പറയണോ കേട്ടോ. പറഞ്ഞു. ESPയുടെ എല്ലാ പ്രേക്ഷകർക്കും നന്ദിയുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ESP എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടൈം കാണാം. അപ്പോൾ ജീവന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും പ്രാർത്ഥിക്കുക. ജീവൻ നടന്ന് കാണുന്ന വീഡിയോ എന്തായാലും നമുക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. എല്ലാവരുടെയും പ്രാർത്ഥന പോലെ തന്നെ നടക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ഹൃദയത്തിൽ തൊട്ട് നന്ദി.